ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് കിടക്കുക എന്നുള്ള രീതിക്ക് പെട്ടെന്ന് പോയി കിടന്നു. പിന്നെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു സംഭവം കാണിക്കാനായിട്ടാണ്. ഇത് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. കാരണം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുറിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. എങ്കിലും ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം ഇത് ഫസ്റ്റ് ടൈം കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശർക്കരയാണ്, നല്ല മധുരമുണ്ട്. ഇതിൻ്റെ പേര് ഇത് ശർക്കര ഡയമണ്ട് എന്ന് പറയും. നമ്മുടെ മറ്റേ മഞ്ഞിച്ചിരിക്കുന്ന ഡയമണ്ടിൻ്റെ ഒരു കറുത്ത കളറ്. അപ്പോൾ ഇതാണ് ഞാൻ 4 മണിക്ക് ഇന്ന് കഴിച്ചത്. പിന്നെ നമ്മുടെ ശബരിമലയിലേക്ക് പോകുമ്പോൾ പൊരിയുടെ കൂടെ ഒക്കെ കിട്ടുന്നൊരു സാധനമാണിത്. അപ്പം അത് കേട്ടോ, ഇത് കഴിച്ച് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി കഴിക്കണം. ശർക്കര ഡയമണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇതുണ്ടോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ ഞാൻ വരും. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ എപ്പോഴും എടുക്കണമെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കുന്നില്ലല്ലോ. നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്നു. ചിലപ്പോൾ വൈകുന്നേരം ചിലപ്പം ഫുഡ് ലൈറ്റായിട്ടായിരിക്കും കഴിക്കുന്നത്. എങ്കിലും യോഗയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആർക്കെങ്കിലും ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാം. ഞാൻ മധുരം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശർക്കരയാണ്. ശർക്കരയെ അധികം കഴിക്കാൻ പാടില്ല, എങ്കിലും ഇത് ശർക്കരയാണ്. ഞാൻ പിന്നെ ചായ അധികം കുടിക്കാറില്ല. കുടിക്കണമെന്ന് തോന്നുക, ഒരു മഴയൊക്കെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കണമെന്ന് തോന്നിയാൽ ഒരു ശകലമൊക്കെ കുടിക്കും കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അനുവേട്ടൻ വന്ന സമയത്ത് ഇതുപോലെ 4 മണിക്ക് ചായയൊക്കെ കുടിക്കുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ കഴിക്കുമായിരുന്നു, ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മൂടില്ല. അനുവേട്ടനൊക്കെ ഉള്ള സമയത്ത് കഴിച്ചും കുടിച്ചും ഇരിക്കാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതെല്ലാ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണല്ലോ. അവൻ്റെ ഭർത്താക്കന്മാരോടൊത്ത് കഴിക്കുക, കുടിക്കുക, ഇരിക്കുക ഒക്കെ ചെയ്യുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം, ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിച്ച വീഡിയോ കുറവായിരുന്നു ഇട്ടത്. നേരത്തേക്ക് ഇടുമായിരുന്നു സ്ഥിരം. അപ്പം ഇനി അമ്പലത്തിലേക്ക് ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. അന്നേരമൊക്കെ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ ഇടാം. ഇനി അടുത്ത വർഷം എൻ്റെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ഇടാം. അദ്ദേഹത്തിന് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. എങ്കിലും ഞാൻ നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ വരും. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ടില്ലാത്തവർ കഴിച്ച് നോക്കണേ. ബൈ.